ചെമ്മീൻ ക്ലീനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ചെമ്മീനാണ് മേടിച്ചിട്ടുള്ളത്. ചെമ്മീൻ ഇഷ്ടം പോലെ ഇപ്പോൾ കിട്ടുന്നുണ്ട്, വില കുറവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മേടിച്ചിട്ടുണ്ട്. അതെങ്ങനെ പൊളിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം. പൊളിച്ചിടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെമ്മീനിൽ നിന്ന് എടുത്തു. ചെമ്മീൻ എടുത്ത് ആദ്യം തല ഇങ്ങനെ ഞെക്കാം, ഉണ്ടോ, തൊലി ഇങ്ങനെ മാറ്റാം. എന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഉരിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വലിച്ചെടുക്കണ്ട. അതിൻ്റെ വാലിൻ്റെ പൂവടക്കം നമുക്ക് കിട്ടും, കണ്ട. ഇത് നല്ല ടേസ്റ്റാണ്. ചെമ്മീൻ കറിയായാലും ഫ്രൈയിലാണ് ഇടുന്നത്, നല്ല ടേസ്റ്റാണ്. അതിൻ്റെ വിര മാത്രം നമ്മൾ എടുത്ത് കളഞ്ഞാൽ മതി പറ്റുന്നത്. ഇത് ഇത്തിരി നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും. കാരണം ഐസ് ഇട്ടിട്ടാണ് നമ്മൾ ചെമ്മീൻ പൊളിച്ചെടുക്കാറ്. പച്ച ചെമ്മീൻ പൊളിച്ച് കഴിഞ്ഞാൽ അത് കിട്ടില്ല, മുറിഞ്ഞ് പോവും. അപ്പം നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് പൊളിച്ചെടുക്കാം. നമ്മൾ ചെമ്മീനെല്ലാം പൊളിച്ച് ലാസ്റ്റ് ചെമ്മീനാണ്. ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. തല ഇങ്ങനെ ഞെക്കുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിങ്ങനെ വലിക്കുക കേട്ടോ. എന്നിട്ട് ഈ പൂവിൻ്റെ അടുത്തൊന്ന് ഞെക്കാണ്ട ആ പൂവടക്കം ഇങ്ങനെ വരും. ഇതുപോലെയാണ് നമ്മൾ ചെമ്മീൻ പൊളിച്ചെടുക്കേണ്ടത്. ഇതിൻ്റെ തല നമുക്ക് ആവശ്യമില്ലെങ്കിൽ തല എടുക്കേണ്ട ആവശ്യമില്ല, തല കളഞ്ഞിട്ട് എടുക്കാം. നമുക്ക് ഇതിൻ്റെ വേറെ എടുത്ത് കളയാം കേട്ടോ. ഇങ്ങനെ നല്ല മോനയുള്ള കത്തിയുണ്ട്, ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി കണ്ട. ഇതൊന്ന് വലിച്ചാൽ അത് കിട്ടും. അതല്ല അങ്ങനെ കിട്ടാത്തതാണെങ്കിൽ നമ്മളിങ്ങനെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അതിങ്ങനെ വരഞ്ഞു കൊടുക്കുക. വരഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ അഴുക്കും ഇങ്ങോട്ട് പോരും, കണ്ട. നമുക്ക് ഇഷ്ടമില്ലാത്ത എല്ലാം കളയാം. ഇതൊക്കെ ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് കറി വയ്ക്കുമ്പോൾ വയറുവേദന എടുക്കും. അതൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാൻ. കണ്ടോ, നമ്മൾ ചെമ്മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ നമ്മൾ കഴുകി എടുത്തു കഴിയുമ്പോൾ തലയുടെ അഴുക്കൊക്കെ പോയി ഇങ്ങനെ കിട്ടും നമുക്ക്. തലയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. ടാറ്റാ, ബൈ ബൈ.